എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 7-ാം തീയതി. ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. 23/9/2025 ചൊവ്വാഴ്ചയാണ്. ഇന്ന് നമ്മുടെ നവരാത്രിയുടെ ഉത്സവം തുടങ്ങിയിട്ട് നമുക്ക് നവരാത്രി ചില ക്ഷേത്രങ്ങളിൽ നവരാത്രിക്ക് കൊടിയേറി ഉത്സവമുണ്ട്, ദേവീക്ഷേത്രങ്ങളിൽ. അങ്ങനെ കൊടിയേറ്റിൻ്റെ 2ാമത്തെ ദിവസമാണ്. എല്ലാവരും വ്രതം പാലിക്കേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ 9 ദിവസങ്ങളിലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെയും വളരെ ചിട്ടയോടുകൂടി കുളിച്ച് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അവരവരുടെ മതാചാര പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഒരു തത്വം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു പ്രത്യേക സമയമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടതാണ്. നമ്മൾ ഇന്ന് ആരാധിക്കാൻ പോകുന്ന ദേവി ദുർഗാദേവിയുടെ രൂപം ബ്രഹ്മചാരിണിയാണ്. ബ്രഹ്മചാരിണിയായ ദുർഗയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബ്രഹ്മചാരിണിയായ ദുർഗയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഹ്രീം ദും ദുർഗായ നമ എന്ന് ജപിച്ചുകൊണ്ട് ഇന്നത്തെ ഫലം നോക്കാം. ആദ്യമായി മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലൻ. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്ന് അത്ര തന്നെ ഗുണപ്രദമായൊരു ദിവസമായിരിക്കുകയില്ല. ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിയമപരമായ ചില പ്രശ്നങ്ങളുമൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ വസ്തു സംബന്ധമായ കേസുകൾ, ഏതെങ്കിലും കേസുകളിലൊക്കെ ഇടപെട്ടിരിക്കുന്നവർക്കിന്ന് പ്രതികൂലമായ മറുപടിയാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷറിൻ്റെ നില മേലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ ലോ പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട്. വെർട്ടിഗോ തുടങ്ങിയ അസുഖങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ശാരീരികവും മാനസികവുമായ ചില സംഘർഷങ്ങൾ ഉള്ളതൊഴിച്ചാൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് മറുപടികൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക ലാഭമുണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നയം നടപ്പിലാക്കാനോ ഒക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങളോ മുകളിൽ നിന്ന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില കർശനമായ താക്കീതുകളോ ഒക്കെ വന്ന് സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് സംഘർഷം നിറഞ്ഞൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ ചില തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും വൈകുന്നേരത്തോടുകൂടി അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. അതേപോലെ ദീർഘനാളായി പിണങ്ങിയിരുന്ന ചില സുഹൃത്തുക്കൾ നമ്മെ തേടി വരാൻ സാധ്യതയുണ്ട്. അവരെ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അകന്നവൻ അടുക്കുമ്പോഴും അടുത്തവൻ അകലുമ്പോഴും നമ്മൾ കുറച്ച് ശ്രദ്ധ വയ്ക്കണം. അങ്ങനെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിച്ചാൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. ഷെയർ നിക്ഷേപിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അനുകൂലമായ ഒരു ചികിത്സാ സമ്പ്രദായം കണ്ടെത്താനോ പുതിയ ഒരു വൈദ്യസഹായം തേടാനോ ഒക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനത്തിനും അതേപോലെ പുണ്യക്ഷേത്ര ദർശനത്തിനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. എല്ലാ മതക്കാരും അവരവരുടെ ആചാരങ്ങളനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്.
ഈശ്വരാധീനം എപ്പോഴും കൂടെ ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും അനായാസേന നമുക്ക് നടത്താൻ സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ശാന്തമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ചില മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇന്ന് അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും മനസ്സിനെ നമ്മുടെ അടിമയാക്കുക, നമ്മൾ മനസ്സിൻ്റെ അടിമയാകാതെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ശക്തി ദൈവം തന്നിട്ടുണ്ട്. ആ ശക്തിയെല്ലാം നമ്മളുടെ വ്യക്തിപരമായ രൂപീകരണത്തിന് വേണ്ടി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവർ തീർച്ചയായും അതിനെ അതിജീവിക്കണം. അടുത്തതായി നമുക്ക് വിദ്യാഭ്യാസ രംഗത്തെ ആളുകളുടെ ഫലം പരിശോധിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. സംഘർഷങ്ങൾ കുറഞ്ഞ ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സംഗീതം പോലെയുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് വളരെ അംഗീകാരമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. പുതിയ ഉന്നതന്മാരായ ആൾക്കാരെ കണ്ടെത്താനും അതിലൂടെ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മിഥുന രാശിക്കാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. അപ്രതീക്ഷിതമായ ചില ധനാഗമനം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ കാലിനോ കൈക്കോ ചെറിയ മുറിവ്, ചതവ് ഒക്കെ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. തീയ, കറണ്ട് ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സന്താനങ്ങളെക്കുറിച്ച് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം പൊതുവെ എല്ലാവർക്കും തന്നെ വൈകുന്നേരത്തോടുകൂടി ചില കലഹങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കലഹമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കേണ്ടതാണ്. കൂട്ടുകാരുടെ കൂടി ചില തെറ്റായ മാർഗത്തിലൂടെ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനും അവർക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞ് പ്രതിയാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ഇഷ്ടജനങ്ങളുടെ സമാശ്വാസ വാക്കുകളൊക്കെ ശാന്തത നൽകുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇതേ ഫലം ആണ് എങ്കിലും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. നഷ്ടപ്പെട്ട പല സാധനങ്ങളും തിരിച്ചു വരുന്നതായി കാണാം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയിരിക്കുന്ന ബന്ധങ്ങൾ തിരിച്ച് വരുന്നതായിട്ട് കാണാം. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ആശ്വാസകരമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണ്. എന്നാൽ ധനനഷ്ടത്തിന് വളരെയധികം സാധ്യത കാണുന്നു. ധനനഷ്ടത്തിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. അതിന് പ്രത്യേകിച്ച് പർച്ചേസിനൊക്കെ പോകാതിരുന്നാൽ കുറച്ച് സമാധാനപരമായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോകുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസം തന്നെയാണ്. എന്നാൽ സിനിമ, ടെലിവിഷൻ അങ്ങനെയൊക്കെ ഉള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില സ്ട്രെസ്, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഷെയറിൽ എല്ലാം നിക്ഷേപിക്കുന്നവർക്ക് ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും ചില കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധ്യതയില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി നിൽക്കേണ്ടതാണ്. ചില സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ ചെന്നപ്പെടാതെ ശ്രദ്ധിക്കുക. നേരായ മാർഗത്തിലൂടെ മുൻപോട്ട് പോയാൽ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ലാഭം കിട്ടുന്ന ഒരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില നിരാശയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. വാഹനം വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. സ്ഥലം വാങ്ങാനോ വീട് വയ്ക്കാനോ ഒക്കെ തയ്യാറാകുന്നവർക്കും ഇന്ന് അനുകൂലമായി കാണുന്നു.
റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ചില പ്രതീക്ഷ ഉണ്ടാകുന്നതാണ്. അതേപോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കുമൊക്കെ കുറച്ച് ക്ലേശങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് യാത്രാക്ലേശത്തിനും സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ ചില സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറിൻ്റെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് ജീവിതത്തിലെ ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ അനുമതി ലഭിക്കുന്ന ദിവസമായിരിക്കും. ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നു. അതേപോലെ ദൂരയാത്രയ്ക്ക് പോകുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് വളരെ ലാഭകരമായ ദിവസമായിരിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില നഷ്ടങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധ വയ്ക്കുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് ഇന്ന്. എന്നാൽ ഷെയറിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്രത്തോളം ആശാവഹമായ ഒരു ദിവസമായിരിക്കില്ല. ശബ്ദവും വെളിച്ചവും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാനായിട്ട് സാധ്യത കാണുന്നു. വലിയ നഷ്ടമില്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സാഹചര്യം വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുടെ തിരിച്ചടിയോ മൂലം മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ഥലം മാറ്റമൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെങ്കിലും ധനനഷ്ടത്തിൻ്റെ ദിവസമാണ് ഇന്ന്. ധനം വന്നു ചേരാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ കടം കൊടുക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് കൊടുക്കുന്ന കടം തിരിച്ചു കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ധന ഇടപാടുകൾ നിവൃത്തിയുണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമായിരിക്കും. പരീക്ഷാ വിജയത്തിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. വിദേശത്ത് പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഇന്നത്തെ ദിവസം ഈ കൂറുകാർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാനും മനക്ലേശമുണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതിൽ പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. കൂടാതെ വീട്ടമ്മമാർക്കും ചില പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ സൽസന്താനങ്ങളുടെ ഇടപെടൽ മൂലം അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഇന്ന് കുടുംബാംഗങ്ങളുമായിട്ട് ചില സന്തോഷകരമായ യാത്രയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നില്ല. എന്നാൽ മറ്റ് ചില ക്ഷേത്ര സംബന്ധമായ കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൂക്കട അതുപോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, പൂജാവസ്തുക്കൾ, ഇതിനൊക്കെ വളരെ നല്ല ചിലവുള്ള നല്ല വരുമാനമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ചില ഭക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് ഭക്ഷ്യവിഷബാധ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. പുറത്തു നിന്നുള്ള ഭക്ഷണം അല്ലെങ്കിൽ അപരിചിതമായ സാഹചര്യത്തിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നത് നന്നാണ്. ജലയാത്രയ്ക്ക് പോകുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായ ദിവസമാകുന്നില്ല. ജലയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസയാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായി കാണുന്നു. എന്നാൽ
മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ചില താക്കീതുകളൊക്കെ ലഭിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എക്സർസൈസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ജിം നടത്തുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തങ്ങൾക്കോ തങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾക്കോ ഒക്കെ ചില ഉളുക്ക്, സ്പ്രെയിൻ, ഫ്രാക്ചർ ഒക്കെ വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേപോലെയുള്ള ചില അപകട സൂചന കാണുന്നുണ്ട്. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷകരമായി മുൻപോട്ട് പോകാനായിട്ട് സാധ്യത കാണുന്നു. പരിചാരകർക്കോ അല്ലെങ്കിൽ ഉറ്റവർക്കോ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നമുക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു അനുകൂലമായ തീരുമാനം ഇന്ന് ഉണ്ടാകുന്നതാണ്. എന്നാൽ ഷെയർ, ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് അത്ര തന്നെ സുഖകരമായൊരു ദിവസമായിരിക്കില്ല. അതേപോലെ തന്നെ ആണ് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതികൂലമായ ചില തിരക്കുകൾ മൂലം ചില പ്രശ്നങ്ങളോ മാനസിക സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ച് വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന പ്രയാസങ്ങൾക്കൊക്കെ ആശ്വാസമുണ്ടാകുന്നതാണ്. എന്നാൽ സ്ഥിരമായി അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാനുള്ള സാധ്യത കാണുന്നു. മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് അത് വളരെയധികം ആവശ്യമില്ലാതെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി എല്ലാവർക്കുമുള്ള ഒരു ഉപദേശമായി കണക്കാക്കുക. നമ്മൾ മനസ്സിൻ്റെ അടിമകൾ ആകരുത്. നമ്മൾ മനസ്സിനെ നമ്മുടെ അടിമയാക്കി വയ്ക്കണം. നമ്മൾ പറയുന്നിടത്ത് മനസ്സ് നിൽക്കണം. എന്നാൽ മാത്രമേ മനുഷ്യർക്ക് സന്തോഷമായി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ ചന്ദ്രൻ ദുർബലനായിരിക്കുന്ന ആളുകൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. എന്നാൽ നിരന്തരമായ പ്രാക്ടീസുകൾ കൊണ്ട്, യോഗ, മെഡിറ്റേഷൻ ഒക്കെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഗുരുവിൻ്റെ ഉപദേശമൊക്കെ കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മകരക്കൂറുകാരെക്കുറിച്ച് ഇപ്രകാരം ഒരു വിവരണം തന്നത്, മകരക്കൂറുകാർക്ക് പൊതുവെ മാനസിക സംഘർഷമുള്ളവരാണെന്നും മാനസിക സംഘർഷം കൊണ്ട് അവർക്ക് പല പല അസുഖങ്ങളുണ്ടാകുന്നതായിട്ടും കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇന്ന് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വലിയ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. അതേപോലെ തന്നെ കായികമായ ജോലികൾ, ചെറുതായാലും വലുതായാലും അധ്വാനമുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് ഇന്നുണ്ടാകുന്നത്. അതുപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം കുറച്ച് അനുകൂലമായി തന്നെ കാണുന്നു. മറ്റ് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടോ ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാം നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. പറഞ്ഞ സമയത്ത് ഒരിടത്ത് എത്താനായിട്ട് സാധ്യതയില്ല. സന്തോഷകരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ചില ക്ലേശങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി ചില കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഷെയറിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ചെറിയ ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. വിവാഹാദി കാര്യങ്ങളിൽ
ചർച്ച നടക്കുന്നവർക്ക് പ്രതികൂലമായ മറുപടിയാണ് ലഭിക്കുക. വാഹനാദികൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ വസ്തു സംബന്ധമായ കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ നീണ്ടുപോകാനായിട്ട് സാധ്യത കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന് കുടുംബാംഗങ്ങൾക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ അനുകൂലമായി കാണുന്നു. നല്ല ഔഷധ സേവ കൊണ്ട് സുഖം പ്രാപിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്നാൽ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രീഭവിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലിക്കാർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. എന്നാൽ അധ്വാനം കൊണ്ട് ചില ക്ഷീണങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമെന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചെറിയ കച്ചവടക്കാർക്കൊക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരിട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സ്വയംകൃതാനർത്ഥം മൂലമുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരും. വൃഥാ കോപം, വെറുതെ ആവശ്യമില്ലാതെ ഒരാളുടെ കാര്യം മറ്റൊരാളോട് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിണതഫലം, കലഹം, ഇതൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായും കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാവ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ഊർജം തരുന്ന ഒരു അവയവമാണ് നാക്ക്. ഈ നാക്ക് നന്മയും തിന്മയും ചെയ്യുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇന്ന് നാക്കിൻ്റെ മേൽ ഒരു നിയന്ത്രണം വയ്ക്കുന്നത് നല്ലതായിരിക്കും. തലവേദന, ബ്ലഡ് പ്രഷർ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, ലോ പ്രഷർ, ഇതൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമാണ്. ഗൃഹം വാങ്ങാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ആനന്ദകരമായ ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മളുടെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.